തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. 1 രാജാക്കന്മാർ 9-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. 8-ാം അധ്യായത്തിൽ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ നടത്തി യാഗമർപ്പിച്ച് കൈ ഉയർത്തി ദൈവസന്നിധിയിൽ ശലോമോൻ പ്രാർത്ഥിച്ചു. ആ ദേവാലയവുമായി ബന്ധപ്പെട്ട് ജീവിത പ്രശ്നങ്ങളും പ്രതിസന്ധികളും അകപ്പെടുന്നതായ ആളുകൾ ഏത് രീതിയിലുള്ള പ്രതിസന്ധികളായാലും ആ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ നീ അവരോട് മനസ്സറിയണമെന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. അത് സ്വന്തം ജനമായ ഇസ്രായേൽ ജനം മാത്രമല്ല, മറ്റ് ജാതികൾപ്പെട്ടവരും പരദേശികളും അങ്ങനെയുള്ള ആളുകൾ വന്ന് പ്രാർത്ഥിച്ചാൽ പോലും നിനക്ക് അവരോട് ദയവുണ്ടാകണമെന്ന് ശലോമോൻ പ്രാർത്ഥിച്ചത് നമ്മൾ കണ്ടു. അങ്ങനെ എല്ലാ വിഷയങ്ങളും ജീവിതത്തിൽ നേരിടുവാൻ സാധ്യതയുള്ള എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും പറഞ്ഞിട്ട് അപ്പോൾ നീ ഞങ്ങളെ കൈവിടരുത് എന്ന് പറഞ്ഞ് ആ പ്രതിഷ്ഠാ പ്രാർത്ഥന അവിടെ നടത്തി. 9-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം ശലോമോനോട് പറയുന്നു, നീ നടത്തിയ പ്രാർത്ഥനകളും യാചനകളും ഒക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. അതനുസരിച്ച് എൻ്റെ നാമം പ്രതിഷ്ഠിക്കുവാൻ വേണ്ടി നീ ചെയ്തതായ ഈ ദേവാലയത്തെ ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. ഇനി അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരൊക്കെയും അനുഗ്രഹം പ്രാപിക്കുമെന്നുള്ള വലിയ വാഗ്ദത്തം ദൈവം ശലോമോന് നേരിട്ട് ഇവിടെ നൽകുകയാണ്. എന്നിട്ട് 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, 2 കാര്യങ്ങൾ ദൈവം ശലോമോനോട് ആവശ്യപ്പെടുന്നു. നിൻ്റെ പിതാവിനെ പോലെ നീ ഹൃദയ പരമാർത്ഥതയോടും നേരോടും കൂടി നീ നടക്കണം. 2 കാര്യങ്ങളാണ് ദൈവം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടുള്ളൂ. 1 ഹൃദയത്തിൻ്റെ പരമാർത്ഥത, 2 സത്യത്തോടെ ജീവിക്കാൻ സാധിക്കുക. ദൈവം നമ്മിൽ നിന്നും ഇന്നും എപ്പോഴും പ്രതീക്ഷിക്കുന്ന 2 കാര്യങ്ങൾ മാത്രമാണ്. അല്ലാതെ നമ്മുടെ സമ്പാദ്യങ്ങളോ നമ്മുടെ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. ഹൃദയപരമാർത്ഥതയോടും നേരോടും നടക്കുക, ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. 10 കൽപ്പനകളുടെ ന്യായപ്രമാണത്തിൻ്റെയൊക്കെ ഉള്ളടക്കം അതാണെന്ന് നമുക്കറിയാം. നമ്മുടെ കർത്താവ് നമ്മളെ വിശദമായിട്ട് ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ 2 ബന്ധങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് ദൈവം നമ്മെ പ്രീതിപ്പെടുകയും നമ്മൾ ദൈവമക്കളായിട്ട് തീരുകയും നമ്മൾ തന്നെ ഒരു അനുഗ്രഹമായി ഭവിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവം ഈ 2 കാര്യങ്ങൾ മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. പുതിയ നിയമത്തിലും തൻ്റെ മഹത്തായ ഗിരിപ്രഭാഷണം നടത്തുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്നാണ് കർത്താവ് പറഞ്ഞത്. പഴയ നിയമത്തിൽ മൊത്തം നമുക്കറിയാം, ശരീരത്തിൻ്റെ പുറത്തെ വിശുദ്ധി ആവശ്യപ്പെട്ടപ്പോൾ പുതിയ നിയമത്തിൽ കർത്താവ് ഒന്നും ആവശ്യപ്പെടുന്നില്ല, ഹൃദയത്തിൻ്റെ വിശുദ്ധി മാത്രം. അവർ ദൈവത്തെ കാണും. അപ്പോൾ ദൈവത്തെ കാണാനും ദൈവത്തിൻ്റെ സാമീപ്യം നമ്മൾ അനുഭവിച്ചറിയാനുമുള്ള ഏക മാർഗമായി കർത്താവ് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ അശുദ്ധി നമുക്ക് നിറയാൻ സാധ്യതയുള്ളത് നമ്മുടെ ഹൃദയത്തിലാണ്. ഹൃദയം നിരൂപിക്കുന്ന പാപങ്ങളിൽ ചിലതൊക്കെ നമ്മൾ ചെയ്യുകയും ബാക്കി നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ഹൃദയത്തിൻ്റെ വിശുദ്ധി ആവശ്യപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹൃദയപരമാർത്ഥതയോട് നേരോട് നടക്കുന്നവന് അവൻ വീണാലും അവൻ നിലം പരിചാവുകയില്ല. ദൈവം അവനെ താങ്ങി അവനെ കാത്തു പരിപാലിക്കുമെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതാണ്. പിന്നെ 2-ാമത് പറയുന്നു, എൻ്റെ കൽപ്പനകളെ നീ ലംഘിച്ചാൽ, ഈ ഹൃദയപരമാർത്ഥതയെ നേരും നീ വിട്ടുകളഞ്ഞാൽ ഇതിന് നേരെ വിപരീതമായ ഫലം നിനക്കുണ്ടാവും. അന്ന് നീ മനോഹരമായി പണിത ഈ ദേവാലയം നശിച്ചു പോകും. ഇസ്രായേൽ ജനം ചിതറിപ്പോകും. പിന്നീട് നമുക്കറിയാം, ഈ ജെറുസലേം ദേവാലയം തന്നെ പല പ്രാവശ്യം പണിയുകയും ഒക്കെ ചെയ്യേണ്ടി വന്ന സാഹചര്യം വന്നു. അവർ അടിമത്തത്തിലേക്കും ഒക്കെ പിന്നീട് പോകേണ്ട സാഹചര്യം വന്നു. കാരണം ദൈവത്തിൻ്റെ വഴി അവർ വിട്ട് ജീവിച്ചപ്പോഴാണ്. അന്യ ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കാനും പ്രകൃതി ശക്തികളെ ദൈവമായി നിങ്ങൾ ആരാധിക്കാനും ഒക്കെ നിങ്ങൾ തുടങ്ങിയാൽ അന്ന് ഞാൻ നിങ്ങളെ വിടും എന്ന് യഹോവയായ ദൈവം ശക്തമായ ഭാഷയിൽ ശലോമോനോട് ഇവിടെ പറയുന്നതായി നമ്മൾ ഇവിടെ കാണുന്നുണ്ട്.
10 മുതലുള്ളതായ വാക്യങ്ങളിൽ ശലോമോൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. തനിക്കുള്ള കൊട്ടാരവും ഈ ദേവാലയം പണിയുവാൻ 20 വർഷം എടുത്തുവെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അതായത് ദേവാലയം പണിയുവാൻ 7 വർഷവും തൻ്റെ കൊട്ടാരം പണിയാൻ 13 വർഷവും അദ്ദേഹം എടുത്തുവെന്ന് മുമ്പ് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം മറ്റ് ജാതികളെയൊക്കെയും അവിടുത്തെ അടിമകളാക്കി അവരെയൊക്കെ ദാസന്മാരാക്കിയെങ്കിൽ സ്വന്തം ജനത്തിൽ ഒരുത്തരെ പോലും അദ്ദേഹം ദാസന്മാരാക്കിയില്ല. തൻ്റെ സൈന്യാധിപന്മാരും അംഗരക്ഷകന്മാരും ഉപനായകന്മാരും മേലാളന്മാരും ഒക്കെയായിട്ട് അദ്ദേഹം അവരെ നിയമിച്ചു. നമ്മൾ വായിക്കുന്ന ഏകദേശം 550 മേലാളന്മാർ ഇസ്രായേലിൽ നിന്ന് മറ്റുള്ള സോളമൻ്റെ അധീനതയുള്ളതൊക്കെ ഇത് നോക്കുവാൻ തന്നെ അദ്ദേഹം ആക്കിയെന്ന് എന്ന് പറഞ്ഞാൽ തൻ്റെ ആ ജനത്തെ മുഴുവൻ അദ്ദേഹം ആദരിച്ചു, ബഹുമാനിച്ചു. ആരെയും താൻ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ ആരുമായിട്ടുള്ള യുദ്ധത്തിന് പോവുകയോ അങ്ങനെയുള്ള ഒരു കാര്യവും സോളമൻ ഇവിടെ ചെയ്യുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം അദ്ദേഹം എപ്പോഴും എന്ന് പറയുന്നു, അതിന് വർഷത്തിൽ 3 പ്രാവശ്യം അദ്ദേഹം ദേവാലയത്തിൽ കടന്നു വരികയും ദഹന ബലികളും സമാധാന ബലികളൊക്കെ അർപ്പിക്കുകയും അങ്ങനെ ദൈവവുമായി വലിയൊരു ബന്ധം അദ്ദേഹം സ്ഥാപിച്ചത് വളരെ സമാധാനത്തോടെ അദ്ദേഹമായിരുന്ന നാളുകളിൽ അദ്ദേഹത്തിൻ്റെതായ അയൽപ്രദേശത്തുള്ള ആളുകളുമായി നമ്മൾ കാണുന്നുണ്ട്. പറയുന്നുണ്ട്, ഇതൊക്കെയും ചെയ്യുവാൻ സോളമനെ സഹായിച്ചൊരു വ്യക്തിയെക്കുറിച്ച് മുമ്പ് നമ്മൾ വായിച്ചല്ലോ. അദ്ദേഹം ആ മനുഷ്യനെക്കുറിച്ച് നമ്മളിവിടെ വായിച്ചാണ് ടൈഗർ രാജാവായ ഹീരാം. അദ്ദേഹമാണ് സോളമനെ കൊട്ടാരവും ഇതൊക്കെ പണിയാൻ ഏറെ സഹായിച്ചു, ദേവാലയം പണിയാനും ഒക്കെ സഹായിച്ചത്. ദൈവം ഒരാളെ തിരഞ്ഞെടുത്താൽ, ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ നമ്മൾ ജീവിച്ചാൽ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നമ്മളെ സഹായിക്കുവാൻ അതിനുള്ള ആളുകളെ ദൈവം തന്നെ കണ്ടെത്തിക്കൊള്ളും. നമ്മൾ ആരെയും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ദൈവം അവരെ നമ്മുടെ അടുത്തേക്ക് നമുക്ക് വരുത്തി തരും. പക്ഷെ നമ്മൾ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഹൃദയപരമാർത്ഥത, വിശുദ്ധി, നീതിയോടെയുള്ള ജീവിതം. അങ്ങനെ നയിക്കുന്നവരെ സഹായിക്കുവാൻ ദൈവം അതിനു വേണ്ട വലിയ ക്രമീകരണം ചെയ്യും എന്ന് നമ്മളിവിടെ കാണുക. അപ്പോൾ ദൈവത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ നടന്നാൽ അത്ഭുതകരമായ ഒരു യാത്ര നമുക്ക് ഈ ഭൂമിയിൽ സാധ്യമാണ്. സകലവാതിലും അടയുന്നിടത്ത് അത്ഭുത വഴികളെ ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരും. ആ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഇപ്പോൾ സോളമനോട് ദൈവം പറയുന്ന ഈ വാക്കുകളൊക്കെ നമ്മൾ കേട്ടു. എന്നാൽ ഇനിയും പിന്നീട് അദ്ദേഹം അതിൽ നിന്നൊക്കെ വ്യതിചലിക്കുന്ന സാഹചര്യവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മൾ കാണാൻ സാധിക്കും. അതിന് രണ്ടിനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്കതിന് മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം. നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. വിശ്വസിക്കാനോ അവിശ്വസിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ ദുർവിനിയോഗം ചെയ്യാതെ ദൈവത്തിൻ്റെ പ്രീതികരമായ രീതിയിൽ വിനിയോഗിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമേ. നേരായ വഴിയിലൂടെ ഹൃദയപരമാർത്ഥയോടെ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ ഫലങ്ങളല്ലാതെ ജഡത്തിൻ്റെ ഫലങ്ങളുണ്ടാവാതെ നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കുവാൻ നമ്മുടെ വേദവായനകളും ഇങ്ങനെയുള്ളതായ പ്രാർത്ഥനകളും നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.